മനസ്സുപോലെയല്ല വാക്ക്, വാക്കുപോലെയല്ല കർമ്മം. മൂന്ന് ദിശകളിൽ നമ്മെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ വാക്കിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ അഭിമാനവും കർമ്മത്തിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ അഭിമാനവും മനസ്സിൽ നിൽക്കുമ്പോഴുള്ള അഭിമാനവും മാറി മാറി പ്രകടമാകുമ്പോൾ നാം തന്നെ നമ്മോട് മത്സരിക്കുന്ന സംഘർഷപൂരിതമായൊരു ജീവിതമാവുള്ളത്. രാവിലെ മുതൽ നോക്കിക്കണ്ടാൽ നമ്മുടെ മനസ്സ് സങ്കല്പങ്ങളും വികല്പങ്ങളുമായി പരിണമിക്കുമ്പോൾ അതെല്ലാം നമ്മുടേതാണെന്നുള്ള അഭിമാനത്തിൽ നിലകൊണ്ടുകൊണ്ടാണ് ആ സങ്കല്പങ്ങളെയും വികല്പങ്ങളെയും നാം അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്നത്. ഏതെങ്കിലും ഒരു വാക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വാക്ക് എൻ്റെയാണ് എന്ന മമതാഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് വാക്കിനെ നാം നോക്കിക്കാണുന്നത്. വാക്കിൻ്റെയും മനസ്സിൻ്റെയും അതുപോലെ തന്നെ കർമ്മത്തിൻ്റെയും എവിടെയാണ് യുദ്ധങ്ങൾ ആദ്യം ആവിർഭവിക്കുക? ഭടന്റെ കൈവാൾ മുന ചുവക്കുന്നതിന് മുമ്പ് യോദ്ധാവിൻ്റെ ഹൃദയങ്ങൾ ചുവക്കണം. അതിൽ വികാരങ്ങൾ ഉജ്ജീവിപ്പിക്കുവാൻ പാകമായ മമതകൾ രംഗപ്രവേശം ചെയ്യണം. ഭഗവത്ഗീതയുടെ അന്തരിന്ദ്രിയ തലങ്ങളിൽ യുദ്ധത്തിന് പങ്കെടുക്കുന്ന യോദ്ധാക്കളുടെ ഹൃദയങ്ങളിൽ വികാരവായ്പുണ്ടാക്കുവാൻ പര്യാപ്തങ്ങളായ ഉപദേശങ്ങൾ എത്ര ആണ്ടിറങ്ങി അന്വേഷിച്ചാലും കാണുന്നില്ല. അഹിംസയുടെയും സത്യത്തിൻ്റെയും അസ്തേയത്തിൻ്റെയും അപരിഗ്രഹത്തിൻ്റെയും ഉന്നതങ്ങളായ ദർശനങ്ങളുണ്ട്. മാനവൻ വിഷയത്തിലേക്ക് നടന്നു ചെല്ലുകയാണ്. വിഷയാക്രാന്തമായ ആ യാത്രയിൽ ആ വിഷയാനുഭവത്തിനനുഗുണമായി ആ വിഷയസേവനത്തിന് പര്യാപ്തമാകുമാറ് ഇന്ദ്രിയങ്ങൾക്കനുഗുണമായി ബോധത്തെ പരിണമിപ്പിക്കുകയല്ലാതെ അവിടെയും ബോധത്തിന്റെ നിശ്ചലതയിലേക്ക് തിരിച്ചു കയറുവാൻ, വിഷയത്തെ ത്യജിക്കുവാൻ മനസ്സ് പര്യാപ്തമാകുന്നില്ല. ഇന്ന് എത്ര വില കൊടുത്തും ആധ്യാത്മിക ആചാര്യന്മാരിലാണ് ഈ തെറ്റുകൾ മുഴുവനെന്ന് പറഞ്ഞ് സ്വയം കഴുകാൻ ഒരുങ്ങിയാലും ഈ നാടകം ആവർത്തിക്കും തോറും ഇവരിലുള്ള വിശ്വാസമാണ് ജനങ്ങൾക്ക് നഷ്ടപ്പെടുക. ആധ്യാത്മിക ജനങ്ങളുടെ അന്തസത്തെ ആയിരിക്കുന്നിടത്തോളം കാലവും അതെന്താണെന്ന് അറിയാതിരിക്കുന്നിടത്തോളവും കാലവും ജനങ്ങളത് അന്വേഷിച്ച് പോവുകയും ചെയ്യും. ഇത്തരക്കാർക്ക് ഇനിയും സ്വാധീനമുണ്ടാവും, ഇനിയും അവർ രംഗത്ത് വരും, ഇനിയും ജനങ്ങളുടെ ഇടയിൽ അവർ പ്രവർത്തിക്കും, അവരുടെ സിദ്ധികൾ പ്രവചിക്കും, അവർ വീണ്ടും ജനങ്ങളെ പറ്റിക്കും. അതിന് ഇവർ കൂട്ടു നിൽക്കേണ്ടിയും വരും. വീണ്ടും കമ്പോളത്തിൽ പുതിയ ബ്ലൂ സിനിമകൾ വരും, തീർച്ചയായും വരും. ഹവാല പണം ഒഴുകും. അത് തടയണമെങ്കിൽ ആദ്യം ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ തളയ്ക്കിടണം.